ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് മാരുതി സുസുക്കി 800 MPFI വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് റൈറ്റ് സൈഡിൻ്റെ വീലിൻ്റെ ഭാഗത്തു നിന്ന് കസ്റ്റമർ വാഷ് ചെയ്യാൻ ചെക്ക് ചെയ്ത സമയത്ത് അവിടുന്ന് ഒരു ഓയിലിൻ്റെ പാട് ടയറിലോട്ട് ഒലിച്ചിറങ്ങിയൊരു പാട് കാണുന്നുണ്ട്. അപ്പോൾ അതാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ്. അപ്പോൾ നമുക്ക് ആ പാട് എന്താണെന്ന് ആദ്യം നോക്കാം. ഓൾറെഡി അഴിച്ച് വെച്ചേക്കണം. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓയിലിൻ്റെ മയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇതിൻ്റെ സ്മെല്ല് വരുന്നത് ബ്രേക്ക് ഫ്ലൂയിൻ്റെ സ്മെല്ലാണ്. ഈ ഭാഗത്തൊക്കെ ഓയിൽ ഇറങ്ങിയ പാട്, ടയറിൽ നിന്ന് ഈ ഭാഗത്തോട്ട് റിമ്മിൻ്റെ അവിടെ നിന്ന് ഓയിൽ ഇറങ്ങിയ പാട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഡിസ്കും കാര്യങ്ങളൊക്കെ അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഡ്രമ്മ് ഓൾറെഡി അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും ഫുള്ളായിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് നനഞ്ഞ് കിടക്കുന്നത്. മീൻസ് വീൽ സിലിണ്ടർ ലീക്കാണ്. വീൽ സിലിണ്ടർ ലീക്ക് ആയതുകൊണ്ടാണ് ഈ ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ വരുന്നത്. ഈ ഫ്ലൂയിഡ് ഇതുവഴി നേരെ വണ്ടി പാർക്ക് ചെയ്തിരുന്ന സമയത്ത് ഇതുവഴി നേരെ ഒലിച്ചിട്ട് വീൽ ഡിസ്കിലോട്ട് കയറിയിരുന്നു, ടയറിൻ്റെ ആ ഭാഗത്തോട്ട് കയറിയിരുന്നു. അങ്ങനെയാണ് കസ്റ്റമർ ശരിക്കും പറഞ്ഞാൽ ഭാഗത്തുനിന്ന്, അതായത് വണ്ടിയുടെ റൈറ്റ് സൈഡിൻ്റെ ടയറിൻ്റെ ഉൾവശത്തു നിന്ന് ഒരു ലീക്ക് കണ്ടത് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലെവൽ ഓൾറെഡി കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് കസ്റ്റമർ നോട്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഫുള്ളായിട്ട് ബ്രേക്ക് ഓയിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഇവിടെ എല്ലാം ബ്രേക്ക് ഓയിൽ ഫുള്ളായിട്ട് നനഞ്ഞു. ഓൾറെഡി ലൈനറിൻ്റെ ഭാഗത്തൊക്കെ ബ്രേക്ക് ഫ്ലൂയിഡ് വീണിട്ട് നനഞ്ഞിരിക്കണം. പക്ഷേ ലൈനറിന് ഇളക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. റീസെൻ്റായിട്ട് മാറിയ ലൈനർ തന്നെയാണ്. ഇത് ഏകദേശം പുതിയ ലൈനർ തന്നെയാണ്. കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈനർ മാറിയിട്ടുണ്ട്, മീൻസ് ലൈനർ പുതിയ തന്നെയാണ്. അപ്പോൾ ലൈനറിന് ഇളക്കമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇത് പെട്രോളിൽ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ലൈനർ മാറേണ്ട ആവശ്യം വരുന്നില്ല. വീൽ സിലിണ്ടർ നമുക്ക് മാറണം. വീൽ സിലിണ്ടറിൻ്റെ ഈ ഭാഗത്തുനിന്ന് രണ്ട് സൈഡിൽ നിന്നും ലീക്കുണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഫുള്ളായിട്ട് ലീക്കാണ്. ഇത്രയും ലീക്ക് ആയതുകൊണ്ടാണ് ആ ഒരു വെളിയിലോട്ട് ഒഴുകാനുള്ള സാഹചര്യം വന്നത്. ഫുള്ളായിട്ട് ലീക്കും കാര്യങ്ങളുമാണ് വീൽ സിലിണ്ടറിൽ ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ലൈനർ അഴിച്ചെടുക്കണം. ലൈനർ നല്ലതുപോലെ ക്ലീൻ ചെയ്യണം. അതുപോലെ ഇതിൻ്റെ ഈ അഡ്ജസ്റ്റ് ചെക്ക് നോക്കണം. വീൽ സിലിണ്ടർ നമുക്ക് മാറേണ്ടതുണ്ട്. അപ്പോൾ ലൈനർ കാര്യങ്ങളൊക്കെ നമുക്ക് അഴിച്ചെടുക്കാം. ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലെവൽ നമുക്ക് ചെക്ക് ചെയ്താൽ കാണാനായിട്ട് സാധിക്കും. മിനിമത്തിൻ്റെ ആ ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലെവൽ ഏകദേശം ഇവിടെ വരെ വരേണ്ടതാണ്. മീൻസ് ആ ഭാഗത്തുനിന്ന് ലീക്കായി പോയതുകൊണ്ടാണ് ബ്രേക്ക് ഫ്ലൂയിഡ് കുറയാനുള്ള ഒരു സാഹചര്യം വന്നത്. അപ്പോൾ ഇനി ഒരു ശകലോടെ കുറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് ഇൻഡിക്കേറ്റർ കത്തും. അല്ലെങ്കിൽ ഓട്ടത്തിൽ ചരിയുന്ന സമയത്തൊക്കെ അകത്ത് ഇൻഡിക്കേറ്റർ കത്തും. കാരണം ബ്രേക്കിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ സൈൻ കത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹാൻഡ് ബ്രേക്കിൻ്റെ സൈൻ കത്തുന്നുണ്ടോ, ഒന്നേ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ്, ഇല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് കുറവാണെന്നതിൻ്റെ മീനിങ്. മീൻസ് ഇത് വളവൊക്കെ തിരിയുമ്പോൾ ഫ്ലൂയിഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന സമയത്ത് അവിടെ ലൈറ്റ് കത്താനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് നമുക്ക് ടോപ്പ് വെയിറ്റ് ആയിട്ടുണ്ട്. ലൈനറും കാര്യങ്ങളും വീൽ സിലിണ്ടറും എല്ലാം നമുക്ക് വീൽ സിലിണ്ടർ മാറേണ്ടതായിട്ടുണ്ട്. ലൈനർ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ലൈനർ അഴിക്കാം. അപ്പോൾ നമുക്ക് ലൈനർ അഴിക്കാം. നമ്മളിപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ഭാഗത്ത് പ്രസ് ചെയ്യുക, തിരിക്കുക. തിരിച്ചു കഴിഞ്ഞാൽ ഈ ലോക്ക് നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത് ബാക്കിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഊരിയെടുക്കാം. അതേപോലെ തന്നെ ഈ സൈഡും പ്രസ് ചെയ്യുക, തിരിക്കുക. തിരിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പിന്നിൻ്റെ ബാക്കിലെ എൻഡിലായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിക്കുമ്പോൾ ഇതുകൂടെ തിരിഞ്ഞ് പോകും. അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം രണ്ട് ലോക്ക് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഈ ലൈനർ ഇതിൽ നിന്ന് വിടിയിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ വിടിയിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് വിടിയിക്കാം. ജസ്റ്റ് ഈ സ്പ്രിങ്ങിനെ അകത്തോട്ട് വലിക്കുക. വലിച്ചതിന് ശേഷം ബാക്കിലോട്ട് വിടുക. അപ്പോൾ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് ഇതിനകത്ത് നിന്ന് വീടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ എല്ലാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫുള്ളായിട്ട് ഫ്ലൂയിഡ്, അതായത് നേരത്തെ മുതലേ നല്ല ലീക്കുണ്ട് ഈ വീൽ സിലിണ്ടറിന്. അതുകൊണ്ടാണ് ഇത്രയും ഫ്ലൂയിഡ് ഇവിടെ വരാനുള്ള കാരണം. ഇത്രയും ഫ്ലൂയിഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെഡൽ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ബ്രേക്ക് താഴ്ന്നു പോകും. അതുപോലെ തന്നെ സ്ലിപ്പാവും ബ്രേക്ക്. ഈ ഒരു സൈഡ് സ്ലിപ്പാകുമ്പോൾ ലൈനർ ബ്രേക്ക് ഫ്ലൂയിഡിൽ നിറഞ്ഞ് നിൽക്കുമ്പോൾ കറക്റ്റായിട്ട് ബ്രേക്ക് അപ്ലൈ ആവില്ല. വണ്ടി ചരിഞ്ഞ് നിൽക്കാനൊക്കെ ഉള്ളൂ. സഡനായിട്ട് ബ്രേക്ക് ചവിട്ടുമ്പോൾ വണ്ടി സ്കിഡ് ആവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈ സ്പ്രിങ് ആണ് അഴിക്കേണ്ടത്. ഈ സ്പ്രിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒറ്റ ലൈൻ സ്പ്രിങ് ആണ് വരുന്നത്. ഇത് ഈ സൈഡിലായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് ഡബിൾ സ്പ്രിങ്, അതായത് രണ്ട് സൈഡിലും സ്പ്രിങ് ഉള്ള ടൈപ്പാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു സ്പ്രിങ് വരുന്നുണ്ട്, ഇവിടെ ഒരു സ്പ്രിങ് വരുന്നുണ്ട്. അങ്ങനെ മൊത്തം 1, 2, 3, 4 സ്പ്രിങ് ആണ് ഇതിന് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്പ്രിങ് ആണ് അഴിച്ചെടുക്കേണ്ടത്. ജസ്റ്റ് നമ്മൾ അഴിച്ചെടുത്തു. ഇനി നമുക്ക് അഴിച്ചെടുക്കേണ്ടത് ഈ ഒരു സ്പ്രിങ് ആണ്. ഈ സ്പ്രിങ് അഴിച്ചെടുക്കാൻ ജസ്റ്റ് ഇതിനെ ബാക്കിലോട്ട് വലിച്ചിട്ട് വിടിയിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇത് ഊരിയെടുക്കാനായിട്ട് സാധിക്കും.
അതുപോലെ തന്നെ ഒരു കാര്യം നോട്ടീസ് ചെയ്യേണ്ടത്, ഇവിടെ ഒരു പ്ലേറ്റ് വരുന്നതാണ്. ആ പ്ലേറ്റ് ഇതിന് ഇല്ല. മീൻസ് നേരത്തെ ബ്രേക്ക് അഴിക്കുകയോ ലൈനർ ഫിറ്റ് ചെയ്തപ്പോൾ ആ പ്ലേറ്റ് കിട്ടിയിട്ടില്ല. ഇവിടെ ഒരു പ്ലേറ്റ്, അതാണ് അതിൻ്റെ ഓട്ടോ അഡ്ജസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ പ്ലേറ്റ് നമുക്ക് ഇടേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഈ സ്പ്രിങ് അഴിച്ചെടുക്കുക. ഈ സ്പ്രിങ് അഴിച്ചെടുത്തതിന് ശേഷം ഈ സ്പ്രിങ് നമുക്ക് ഇങ്ങനെ തന്നെ ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഈ സ്പ്രിങ് നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കാം. ഇതിന് ഷേപ്പ് വ്യത്യാസമൊന്നുമില്ല. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ സ്പ്രിങ് ഇടാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവറിൽ നിന്നുള്ള സ്പ്രിങ്ങിൻ്റെ കണക്ഷനാണ് വിടേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇതിനെ ബാക്കിലോട്ട് വലിക്കുക. ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലെങ്ത് കുറവായിരിക്കും, ഇവിടെ ലെങ്ത് കൂടുതലായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലെങ്ത് കുറവുള്ള ഭാഗം ഇങ്ങനെയായിരിക്കും വരുന്നത്, ലെങ്ത് കൂടുതലുള്ള ഭാഗം ഇങ്ങോട്ടായിരിക്കും വരുന്നത്. ഇനി ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ സ്റ്റക്ക് ഉണ്ടോ നോക്കണം. ഇതിനെ സംബന്ധിച്ച് ലിവറിന് സ്റ്റക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഹാൻഡ് ബ്രേക്കിൻ്റെ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് പെട്രോളിൽ ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്ക് അഡ്ജസ്റ്റർ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഒരു പ്ലേറ്റ് വരുന്നുണ്ട്. ഇവിടെ ഒരു പ്ലേറ്റ് വരുന്നത് കൂടാതെ തന്നെ ഇവിടെ ഒരു പ്ലേറ്റ് ഇങ്ങോട്ട് ടച്ചായിട്ട് ഇതിനെ തള്ളുന്ന പോർഷനിൽ വന്ന് നിൽക്കും. അപ്പോൾ ആ പ്ലേറ്റ് ഇതിന് ഇല്ല. മീൻസ് ആ പ്ലേറ്റ് നമുക്ക് എക്സ്ട്രാ ഇടേണ്ടതായിട്ടുണ്ട്. കാരണം നേരത്തെ ലൈൻ ഫിറ്റ് ചെയ്യുകയോ ചെയ്തപ്പോൾ ആ പ്ലേറ്റ് എങ്ങനെയോ ഊരിപ്പോയതാണ്. പിന്നീട് ഊരിപ്പോയതാകാനായിരിക്കും ചാൻസ് കൂടുതൽ. കാരണം ഇവിടെ ഒരു പ്ലേറ്റ് ഇങ്ങനെ വന്ന് ടച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് അഡ്ജസ്റ്റ് ആവും. ലൈനറിന് തീരുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് അഡ്ജസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ പ്ലേറ്റ് ഇതിൽ വന്ന് മുട്ടുമ്പോഴാണ് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആവുന്നത്. അതായത് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരുന്നു, ഇതിനെ തട്ടി അഡ്ജസ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ ആ പ്ലേറ്റ് അവിടെ വേണം. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഇത് ഓൾറെഡി സ്റ്റക്കാണ്, നമ്മൾ തിരിയുന്നില്ല. കൈകൊണ്ട് തിരിക്കുമ്പോൾ നല്ല സിമ്പിളായിട്ട് ഈ ത്രെഡ് കയറി ഇറങ്ങുകയും ചെയ്യേണ്ടതാണ് നമുക്ക് തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വൈസിൽ പിടിച്ചിട്ട് ഇത് ഫുള്ള് ഫ്രീ ആക്കി, ത്രെഡ് ഫ്രീ ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ളായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്യാം. വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ബ്രേക്കിന് ജാമോ കാര്യങ്ങളോ ഒന്നുമില്ല, ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ വീൽ സിലിണ്ടർ നമുക്ക് മാറേണ്ട ആവശ്യമില്ല. ഇത് പക്ഷേ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. കാരണം ഇതിൻ്റെ അഡ്ജസ്റ്റർ സ്റ്റക്കാണ്. കാരണം അഡ്ജസ്റ്റർ ഫുള്ളായിട്ട് സ്റ്റക്കായിട്ടിരിക്കുകയാണ്, തുരുമ്പ് പിടിച്ചിട്ട്. അപ്പോൾ നമ്മളൊരു അപ്പുറത്തെ സൈഡിൽ ബ്രേക്ക് ഓട്ടോ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലേറ്റ് ഉണ്ടെന്ന് പറഞ്ഞത് ഈ കാണുന്ന പ്ലേറ്റാണ്. നമ്മൾ ഈ മുകളിൽ കാണുന്ന ഈ ഒരു പ്ലേറ്റാണ് അപ്പുറത്ത് മിസ്സിങ് ഉള്ളത്. അപ്പോൾ ആ പ്ലേറ്റ് ഇട്ടാൽ മാത്രമേ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് അഡ്ജസ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ അത് അഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ പ്ലേറ്റ് ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കണം. അപ്പോൾ ആ അപ്പുറത്തെ സൈഡ് പ്ലേറ്റ് ഇല്ല, നമുക്ക് അത് പ്ലേറ്റ് ഇടേണ്ടതായിട്ട്, എന്നാൽ മാത്രമേ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആവത്തുള്ളൂ. ഈ സൈഡ് നമുക്ക് ഫുള്ളായിട്ട് അഴിച്ചിട്ട് ക്ലീൻ ചെയ്യേണ്ടതായിട്ട്. കാരണം ഓൾറെഡി ഇതിൻ്റെ അഡ്ജസ്റ്റർ ഫുള്ളായിട്ട് സ്റ്റക്കായിട്ടിരിക്കും. നമ്മൾ അടിക്കുന്ന സമയത്ത് ഇത് തിരിയുന്ന പോലുമില്ല, മീൻസ് തുരുമ്പായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ക്ലീനിങ് കാര്യങ്ങളും എല്ലാം ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വീൽ സിലിണ്ടർ പുതിയത് മാറിയിട്ടുണ്ട്, ഫുള്ളായിട്ട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പഴയ വീൽ സിലിണ്ടർ വരുന്നത്. ബാക്കി ക്ലീൻ ചെയ്ത അഴുക്കും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ വീൽ സിലിണ്ടർ നമ്മൾ പുതിയത് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാര്യം ഫുള്ളായിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് ഇരുന്ന ഭാഗങ്ങളെല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈനർ ഫുള്ളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ എമരി പേപ്പർ ഇട്ടിട്ട് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന ബ്രേക്ക് ഫ്ലൂയിഡും അംശങ്ങളും കാര്യങ്ങളും എല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്ജസ്റ്റർ നേരത്തെ ഫുള്ളായിട്ട് സ്റ്റക്കായിട്ടിരുന്നത് നമ്മൾ തിരിക്കുമ്പോൾ തിരിയുന്നില്ലായിരുന്നു. ഇപ്പോൾ ഫുള്ളായിട്ട് അത് അതിൻ്റെ ത്രെഡിലുള്ള അഴുക്കും കാര്യങ്ങളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഫുള്ളായിട്ട് ലൂബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു പ്ലേറ്റ് ഇല്ല, നമ്മളിവിടെ കിടന്ന് വരും. കാരണം ഇത് പ്ലേറ്റ് മാത്രമായിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടില്ല, ഇത് അസംബ്ലി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ സെക്കൻഡ് പ്ലേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പ്ലേറ്റ് നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഈ പ്ലേറ്റ് നമുക്ക് ഓൾറെഡി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ അഡ്ജസ്റ്റിംഗ് പ്ലേറ്റ് ആണ് ഇല്ലാത്തത്. അപ്പോൾ അത് കയറ്റിയിടാനായിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ ഈ ഭാഗത്തോട്ട് വെച്ചിട്ട് ജസ്റ്റ് ചരിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ ഇത് കയറി ഇതിനുള്ളിലായിട്ട് വീഴും. ഓക്കെ, ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഇടാനായിട്ട് സാധിക്കും. അതുപോലെ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ഈ പ്ലേറ്റും ഇടാൻ മറക്കരുത്. ഈ പ്ലേറ്റും ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. ഇതിനുള്ളിലായിട്ടാണ് വരുന്നത്. ഇങ്ങനെയാണിത് കയറ്റിയിടുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഈ പ്ലേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ബ്രേക്കിനെ ഇത് തള്ളിക്കൊടുക്കത്തില്ല. തള്ളിക്കൊടുക്കാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് അഡ്ജസ്റ്റ് ആവാതെ ഇരിക്കും. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ പെഡൽ താന്നു പോകുന്ന കംപ്ലയിൻറ്റ്. കാരണം ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ആവാതെ വരുമ്പോൾ ലൈനറിൻ്റെ തേയ്മാനം അനുസരിച്ച് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ആവാതെ വരുമ്പോൾ 2 വട്ടം പെഡൽ ചവിട്ടുമ്പോൾ കയറി വരും. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പ്ലേറ്റ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ലൈനർ സെറ്റ് ചെയ്യാം. ലൈനർ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിൾ ഇതിൽ ലോക്ക് ചെയ്തിടാം.
അതിനുവേണ്ടി ജസ്റ്റ് ബാക്കിലോട്ട് വലിച്ചു നിർത്തുക. സ്പ്രിങ്ങിന് കൈകൊണ്ട് വലിക്കുമ്പോൾ ടെമ്പർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു നോസ് പ്ലെയർ വെച്ചിട്ട് ഇവിടെ കണക്ട് ചെയ്യുക. ഒരു പ്ലെയർ വെച്ചിട്ട് ഈ എൻഡിൽ കണക്ട് ചെയ്തിട്ട് ബാക്കിലോട്ട് വലിച്ചിട്ട് ഈ ഭാഗം ലോക്ക് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. ലോക്ക് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇടാനായിട്ട് സാധിക്കും. ഓക്കെ, എന്നിട്ട് പ്ലെയർ എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇത് ലോക്ക് ചെയ്ത് നിർത്താനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമുക്ക് ബാക്കിയുള്ള ലൈനറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ട് ഇത് ഹാൻഡ് ബ്രേക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ലിവറാണ് ആദ്യം വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ സ്പ്രിങ് നമുക്ക് ഇടേണ്ടതായിട്ടുണ്ട്. ആദ്യം ജസ്റ്റ് ഇത് ഈ ഹോളിലായിട്ട് ഹുക്ക് ചെയ്യുക. ഈ നീളമുള്ള ഭാഗം ഈ ഭാഗത്തായിരിക്കണം വരേണ്ടത്. അതിനുശേഷം ഈ സ്പ്രിങ് ഈ ഹോളിലായിട്ട് കയറ്റിയിടുക. ജസ്റ്റ് ഈ ഹോളിലായിട്ട് കയറ്റിയിട്ടതിന് ശേഷം ഇതിനെ ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ വെട്ടിനകത്ത് കറക്റ്റായിട്ട് കയറി കിടക്കും. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഈ സ്പ്രിങ് ഇതിൽ ഹുക്ക് ചെയ്തിടുക. ജസ്റ്റ് ഇതിനെ ബാക്കിലോട്ട് വലിക്കുക. ഈ സ്പ്രിങ്ങിനെ ഇങ്ങനെ ഹുക്ക് ചെയ്ത് നിർത്തുക. അതിനുശേഷം നമുക്ക് ഈ ലൈനറാണ് ഇടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ലോക്ക് ഇതിൽ കയറ്റിയിട്ടതിന് ശേഷം ഈ സ്പ്രിങ്ങിനെ നമ്മൾ ബാക്കിലോട്ട് കയറ്റി വെക്കുക. നമുക്കത് ഈ സ്പ്രിങ് ലാസ്റ്റ് നമുക്കിടാം. അതിനുശേഷം ഈ ഒരു വെട്ട് ഈ കാണുന്ന ഒരു വെട്ട്, ഈ ഭാഗത്ത് കാണുന്ന വെട്ട് ഇതിൽ കയറി വീഴണം. അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് വലിച്ചിട്ട് നമുക്ക് കയറ്റിയിടാനായിട്ട് സാധിക്കും. ഇപ്പോൾ ആ വെട്ട് കറക്റ്റായിട്ട് അതിനുള്ളിൽ കയറി വീണിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചാടിപ്പോയിരിക്കാനായിട്ട് ഈ ഒരു സ്പ്രിങ്, താഴെ വരുന്ന സ്പ്രിങ്ങും കണക്ട് ചെയ്ത് നിർത്താം. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കണക്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഫിറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ബ്രേക്ക് സിലിണ്ടറിൻ്റെ വെട്ട് കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഭാഗവും വെട്ട് കറക്റ്റ് ആയിരിക്കണം. ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമുക്കിതിൻ്റെ ലോക്ക് ഇടാം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വലിക്കുന്ന സമയത്ത് ചാടി പോകാനായിട്ട് ഉള്ള ചാൻസ് ഉണ്ട്. ലോക്കിൽ കയറ്റി വെക്കുക. ജസ്റ്റ് സ്കൂട്ടർ വെച്ച് പ്രസ് ചെയ്യുക, തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പിസ്റ്റൺ ഇതിനുള്ളിലായിട്ട് കയറ്റിയിടണം. പക്ഷെ കറക്റ്റ് വെട്ടിൽ കയറ്റിയിടുക. ജസ്റ്റ് ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ വെട്ടും കറക്റ്റായിട്ട് വീണ് കിടക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ലോക്കാണ് ഇടേണ്ടത്. ജസ്റ്റ് അതും ഇതേപോലെ തന്നെ ജസ്റ്റ് പ്രസ് ചെയ്യുക, തിരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ വെട്ട് കറക്റ്റായിട്ട് ക്രോസിലാണോ കിടക്കുന്നതെന്ന് കറക്റ്റായിട്ട് നോക്കുക. ഇതിൻ്റെ ക്രോസിലാണോ കിടക്കുന്നതെന്ന് നോക്കുക. അതുപോലെ തന്നെ ഈ ഭാഗവും ക്രോസിലാണോ കിടക്കുന്നതെന്ന് നോക്കുക. സ്പ്രിങ്ങൊക്കെ കറക്റ്റിലാണോ കിടക്കുന്നതെന്ന് നോക്കുക. ഇനി നമുക്ക് ഇടേണ്ടത് ഈ ഒരു സ്പ്രിങ് ആണ്, ലാസ്റ്റ് സ്പ്രിങ്. ഈ സ്പ്രിങ് ജസ്റ്റ് വലിച്ചിട്ട് കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഈ സ്പ്രിങ് കയറി വീഴും. സ്പ്രിങ് എല്ലാം കയറി വീണതിന് ശേഷം ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് എൻഡിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം വീഴാനുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് ലോക്കായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പ്ലേറ്റാണ്. പ്ലേറ്റ് ഇല്ലെങ്കിൽ നമ്മൾ പ്ലേറ്റ് തന്നെ ഇടണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ആവില്ല. അപ്പോൾ ഇനി നമുക്ക് ലൈനർ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഡ്രമ്മിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഡ്രമ്മ് കയറ്റിയിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ലൈനറും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് എമരി പിടിച്ചിട്ടുണ്ട്. എമരി പിടിച്ച് ഫുള്ളായിട്ട് രണ്ട് സൈഡും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സ്പ്രിങ്ങും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ടാണ് കിടക്കുന്നത്. അതുപോലെ അതിൻ്റെ സെൻറ്ററും കാര്യങ്ങളെല്ലാം നോക്കുക. അതുപോലെ നമ്മളിപ്പോൾ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് 4 ത്രെഡാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഡ്രം ഇട്ട് നോക്കിയിട്ടാണ് നമ്മൾ 4 ത്രെഡ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ബ്രേക്ക് കൂട്ടാനായിട്ട് താഴോട്ട്, അതായത് ലൈനർ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഇതിന് താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലൈനർ എക്സ്പാൻഡ് ആകും. മീൻസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ച് കഴിഞ്ഞാൽ ലൈനർ എക്സ്പാൻഡ് ആകും. ക്ലോക്ക് വൈസിൽ തിരിച്ച് കഴിഞ്ഞാൽ ലൈനർ ബ്രേക്ക് കുറയും. അപ്പോൾ നമ്മൾ താഴോട്ട് ബ്രേക്ക് കൂട്ടാനായിട്ട് ഇതിനെ താഴോട്ട് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്ലേറ്റിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ബ്രേക്ക് കൂടിപ്പോയി ശകലം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കണം. ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുമ്പോൾ നമ്മൾ ഈ കാണുന്ന പ്ലേറ്റിനെ ഒരു ശകലം നമ്മൾ
മുകളിലോട്ട്, അതായത് ഈ ഒരു ആംഗിൾ വെച്ചിട്ട് വേണം ബ്രേക്ക് കുറയ്ക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ആരോ നമ്മൾ ത്രെഡ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള വെട്ടായിരിക്കും. കാരണം ഇതിൽ മുട്ടി നിൽക്കണം. കാരണം ബ്രേക്ക് ഒരിക്കലും കുറയാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത് തട്ടി ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ബ്രേക്ക് നമ്മൾ ലൈനർ അനുസരിച്ച് ഈ ഒരു പ്ലേറ്റാണ് ഈ ബ്രേക്കിനെ തട്ടി കൊടുക്കുന്നത്. അപ്പോഴാണ് ലൈനർ എക്സ്പാൻഡ് ആയിട്ട് അഡ്ജസ്റ്റ് ആവുന്നത്. അപ്പോൾ ഈ ഒരു പ്ലേറ്റ് അകത്തി വെച്ചിട്ട് എപ്പോഴും ബ്രേക്ക് കൂട്ടാനായിട്ട് നമുക്ക് ഇത് പ്ലേറ്റിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലേറ്റ് മിസ്സിങ് ഉണ്ടെങ്കിൽ പ്ലേറ്റ് കറക്റ്റായിട്ട് കയറ്റിയിടുക. ഇനി നമുക്ക് ഡ്രമ്മ് കയറ്റിയിടാം. അപ്പോൾ ഡ്രമ്മും അതുപോലെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നേരത്തെ ഫുള്ളായിട്ട് ഓയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ലൈനർ ഡ്രമ്മ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫ്രീ, ഇതിപ്പോൾ ലൈനറിൽ ജസ്റ്റ് ഒന്ന് തട്ടുന്ന ഇതാണ് ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. ഈ ഒരു സൗണ്ട് കേട്ടാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഫ്രീ എപ്പോഴും വേണം. കാരണം ലൈനർ ഒരിക്കലും ജാമായിട്ട് ഇടരുത്. അതായത് കറങ്ങുമ്പോൾ ഉടനെ തന്നെ സ്റ്റോപ്പ് ആവുന്ന രീതിയിലോ അല്ലെങ്കിൽ തിരിയാത്ത ഒരു രീതിയിലോ എപ്പോഴും ബ്രേക്ക് ലൈനർ ബ്രേക്ക് സെറ്റ് ചെയ്ത് ഇടരുത്. എപ്പോഴും ഈ ഒരു ഫ്രീ ബ്രേക്ക് ഡ്രമ്മിന് വേണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മാരുതി സുസുക്കി 800ൻ്റെ ബ്രേക്ക് ലൈനർ സെറ്റ് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് കുറവുണ്ടെങ്കിൽ മെയിനായിട്ട് നോക്കേണ്ടത് ഏതെങ്കിലും വീലിൻ്റെ ഭാഗത്തുനിന്ന് ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്ക് ആവുന്നുണ്ടെന്ന് കറക്റ്റായിട്ട് നോക്കുക. ലീക്ക് ആവുന്നുണ്ടെങ്കിൽ അത് തന്നെ ആ ഭാഗം അഴിച്ചു നോക്കുക. വീൽ സിലിണ്ടർ ആണെങ്കിൽ വീൽ സിലിണ്ടർ കറക്റ്റായിട്ട് മാറ്റിവിടുക. അപ്പോൾ ഇനി നട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എയറും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം വീൽ സിലിണ്ടർ മാറിയേണ്ടതുകൊണ്ട് എയറും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാരുതി സുസുക്കി 800ൻ്റെ ലൈനർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ലീക്കും കാര്യങ്ങളുമാണ്, ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലീക്കും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.